ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മനോഹരമായിട്ടുള്ള പൂക്കളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴയൊരു ഫ്രോക്കാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് കീറിപ്പോയ ഫ്രോക്കാണ്. അപ്പോൾ ഇതിൽ നല്ല കളറുള്ള നെറ്റ് ഉണ്ട്. അപ്പോൾ ആ നെറ്റ് കണ്ടതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നായിരുന്നു. നമ്മുടെ കമ്പിയില്ലേ ഈ ഗോൾഡൻ വയർ അതൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്ക് ഇതളുകൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വലിയ ഇതളുകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ 5 എണ്ണമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്, ഇതളിൻ്റെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നിലും ഈ നെറ്റൊന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം അതൊന്ന് കെട്ടി എടുക്കുകയാണ് ചെയ്യണത്. അങ്ങനെ നമ്മളിതിവിടെ എല്ലാ ഇതളുകളും ഒന്ന് നമ്മുടെ നെറ്റ് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ഇതളുകളാണ് ഒരു പൂവിനുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ നടുവിലുള്ള പൂമ്പൊടിയുടെ ആ ഒരു ഷേപ്പിലുള്ളൊരു സംഭവമില്ലേ, അത് 3 രൂപയ്ക്ക് ഒരു സെറ്റ് കിട്ടുന്നതാണ്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ കമ്പിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്, ഗ്രീൻ ടേപ്പ് ചുറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഇതളുകൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. 3 എണ്ണം വേണമെങ്കിൽ 3 ഇതൾ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെയാണ് നമ്മളൊന്ന് ചുറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ നല്ല ടൈറ്റായിട്ട് ചുറ്റിയതിന് ശേഷം നമ്മൾ ആ ഫ്ലവറൊക്കെ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഇതുപോലെയുള്ള പൂക്കളുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സോക്സ് തുണി കൊണ്ട് ചെയ്യാം, അതുപോലെ തന്നെ സാറ്റിൻ റിബൺ കൊണ്ടും ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ 4 പൂക്കളാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പം ഈ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഈർക്കിലാണ്. അപ്പോൾ ഈർക്കിലിലേക്ക് നമുക്ക് ഗ്രീൻ ടേപ്പ് അങ്ങ് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി പൂക്കൾ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പൂവിന് ഇച്ചിരി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്തേക്കുന്ന ഗ്രീൻ കളർ നമ്മുടെ പേപ്പറാണ്. പേപ്പറിൽ നിന്ന് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഒരു 3 ഇലയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഫ്ലവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ടേപ്പെല്ലാം ചുറ്റി അതിലൊന്ന് ഉറപ്പിച്ചു. ഇനിയിപ്പോൾ 2 ഇലകളും കൂടിയും അതിൻ്റെ മേലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് നമ്മൾക്ക് ഇതിങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാനായിട്ട്, സൂപ്പറാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ പൂക്കളൊന്ന് അറേഞ്ച് ചെയ്ത് അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.